ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. യുഎസിലെ ഹ്യൂസ്റ്റണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താനിരിക്കുന്ന ഹൌഡി മോഡി പരിപാടിക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യുഎസിലെ കോടതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമൻസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കാശ്മീരിൽ ഏകപക്ഷീയമായ തീരുമാനമാണ് നടന്നിരിക്കുന്നത് എന്നാരോപിച്ച് യുഎസിൽ താമസിക്കുന്ന 2 കാശ്മീരികളാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹ്യൂസ്റ്റൺ ക്രോണിക്കിൾ എന്ന ദിനപത്രമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. കാശ്മീരിൽ ഭരണകൂട കൊലപാതകം നടന്നു എന്നാരോപിക്കുന്ന 73 പേജുള്ള ഹർജിയാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. യുഎസിലെ നിയമപ്രകാരം ടോർച്ചർ വിക്ടിം പ്രൊട്ടക്ഷൻ ആക്ട് 1991 പ്രകാരമാണ് ഹർജി. കാശ്മീർ ഖാലിസ്ഥാൻ റഫറൻഡം ഫണ്ട് എന്ന സംഘടനയുടെ പേരിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. മോദിക്ക് പുറമെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ലഫ് ജനറൽ കൻവൽജീത് സിംഗ് ധില്ലൻ എന്നിവരെയും പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് ഹർജി. അതുകൊണ്ട് തന്നെ യുഎസ് നിയമത്തിൽ നിന്ന് മോദിക്ക് സംരക്ഷണം നൽകാനാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കം. നിരോധിത സംഘടനയായ സിഖ്സ് ഫോർ ജസ്റ്റിസിന്റെ നിയമോപദേശകനായ ഗുർപത്വന്ത് സിംഗ് പന്നൂൻ എന്നയാളാണ് ഹർജിയുടെ പിന്നിലെന്നാണ് ഇന്റലിജൻസ് ഏജൻസികളുടെ കണ്ടെത്തൽ. സിഖ് വിഘടനവാദികളെ കാശ്മീർ വിഘടനവാദികളുമായി ബന്ധിപ്പിക്കാനുള്ള നീക്കമാണിതെന്ന് ഒരു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഹ്യൂസ്റ്റൺ കോടതിക്ക് പുറത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് പന്നൂൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു. വിഘടനവാദ സംഘടന എന്ന പേരിൽ SFJയെ ഇന്ത്യയിൽ ഈ വർഷം ജൂലൈയിലാണ് നിരോധിച്ചത്. ഖാലിസ്ഥാൻ രൂപീകരിക്കണമെന്ന ആവശ്യവുമായി പ്രവർത്തിക്കുന്നവരാണ് SFJ. മോദിക്കെതിരെ SFJ നീക്കം നടത്തുന്നത് ആദ്യമായല്ല. 2002 ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ മോദിക്കെതിരെ ക്രിമിനൽ നടപടികൾ പിന്തുടരണമെന്നാവശ്യപ്പെട്ട് SFJ നേരത്തെ കാനഡയുടെ അറ്റോർണി ജനറലിനെ സമീപിച്ചിരുന്നു. 2015 ഇത്. അന്ന് മോദി കാനഡ സന്ദർശിക്കുന്ന സമയവും. 1984 സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് നടൻ അമിതാഭ് ബച്ചനെതിരെ US കോടതിയെ ഇതേ വർഷം തന്നെ SFJ സമീപിച്ചിരുന്നു. US സന്ദർശിക്കവേ 2013 മാർച്ചിൽ പഞ്ചാബിലെ സൈനിക നടപടിയുടെ പേരിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ വാഷിംഗ്ടൺ കോടതിയെ കൊണ്ട് സമൻസ് അയപ്പിച്ചതും SFJ ആണ്. മാസങ്ങൾക്ക് ശേഷം അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷയായ സോണിയാഗാന്ധിയുടെ പേരിലും സമൻസ് കോടതി അയച്ചു. സിഖ് വിരുദ്ധ കലാപത്തിൽ ഉൾപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ സോണിയ സംരക്ഷിക്കുന്നു എന്നായിരുന്നു ആരോപണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.